സണ്ണി ജോസഫിനെ മാറ്റാൻ, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം ഹൈക്കമാൻഡിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതായത് സണ്ണി ജോസഫ് ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ലിസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫണ്ട് വിതരണത്തിൽ ഉണ്ടായ വീഴ്ചയും വയനാട് ദുരിതാശ്വാസ വിഷയത്തിൽ അനാവശ്യമായ പ്രസ്താവനകൾ നടത്തിയതുമൊക്കെ കാരണമായി വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് മാത്രമാണ്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നടപടി എടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യം. സണ്ണി ജോസഫിനെ പോലെ ഒരാള് ഒരിക്കലും ഈ പറയുന്ന ഒരു എന്താ പറയാ KPCC പോലെ ഒരു ഇത്രയും ഉന്നതമായ ഒരു പദവിയിലേക്ക്, KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ഇരുത്താൻ പറ്റിയ ഒരാളൊന്നുമല്ല. എന്തുകൊണ്ട് സണ്ണി ജോസഫ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭക്കാരെ തൃപ്തിപ്പെടുത്തുക, ക്രൈസ്തവ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യം. പലരുടെയും ബെന്നി ബെഹനാൻ അടക്കമുള്ള പലരുടെയും പേരുകൾ അതിനകത്ത് പരിഗണിക്കപ്പെട്ടുവെങ്കിലും ഒടുവിൽ നറുക്ക് വീണത് കെ സുധാകരന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് കെ സുധാകരന്റെ ശക്തി കുറയ്ക്കുക, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് സണ്ണി ജോസഫിനെ ഇതിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു KPCC അധ്യക്ഷനായി ഇരിക്കാൻ വേണ്ട ഒരു ക്വാളിറ്റിയും എനിക്ക് പിന്നെ സണ്ണി ജോസഫിൽ നിന്ന് തോന്നിയിട്ടില്ല. പിന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ചെന്നിട്ട് 10 കോൺഗ്രസ്സുകാർ താഴെത്തട്ടുള്ള പ്രവർത്തകരുടെ ചെന്നിട്ടോ അണികളുടെ അടുക്കെ ചെന്നിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. അവരേതെങ്കിലും സിനിമയുടെ പേരൊക്കെ പറയും. അപ്പൊ അല്ലാതെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ അത്രത്തോളം ഒന്നും ആൾക്കാർക്ക് പരിചയമില്ല. അപ്പൊ അത്രയും പരിചയമില്ലാത്ത ഒരാളെ പിടിച്ച് അതിന്റെ തലപ്പത്തിരുത്തുന്നതിൽ അർത്ഥമില്ല. തന്നെയല്ല, സണ്ണി ജോസഫ് വന്ന കാലം മുതൽ ആദ്യമൊക്കെ ആള് വെടിപ്പാണ് എന്നൊക്കെ തോന്നുമെങ്കിലും പിന്നീട് പക്ഷം പിടിക്കലുകളായി. പിന്നീട് VD സതീശനെ തള്ളി പറയുന്ന അല്ലെങ്കിൽ VD സതീശന്റെ എതിർചേരിയിലേക്ക് മറിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഒടുവിൽ KCയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പിന്നാലെ പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിക്കൽ പോലും നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായ നിലപാടില്ലാത്ത തരത്തിലേക്ക് സണ്ണി ജോസഫിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പോയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഈ പറയുന്ന സണ്ണി ജോസഫിന്റെ ഇപ്പം തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ ഒരു KPCC അധ്യക്ഷൻ വിചാരിച്ചാൽ നടക്കും. ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായി സംഘാടന മികവോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരാള് ശരിക്കും പറഞ്ഞാൽ KPCC അധ്യക്ഷനാണ്. നമുക്കറിയാം. ഇനി കെ സുധാകരനിലേക്ക് കണ്ടുവരാം. കെ സുധാകരൻ തൊട്ടു മുമ്പുണ്ടായിരുന്നു. ആ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സെമി കേഡർ സംവിധാനം എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. CUC പോലെയുള്ള കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് നടപ്പിലായിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. ആ പാർട്ടിയിൽ അച്ചടക്കം എന്ന് പറയുന്ന ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുധാകരൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് മുമ്പിരുന്ന പലരും ഗ്രൂപ്പിസം തന്നെ ഇരിക്കുന്ന സമയത്ത് ഗ്രൂപ്പിസം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന സണ്ണി ജോസഫ് ഇരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കോൺഗ്രസ് പാർട്ടി ദുർബലപ്പെടുകയാണ് ഉണ്ടായത്. മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ദുർബലപ്പെട്ടു. ഇവിടെ പിന്നെ ഹൈക്കമാൻഡ് ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് യഥാവിധി മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണർന്ന് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന ഈ പറയുന്ന KPCC എന്ന് പറയുന്ന സംവിധാനം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ സണ്ണി ജോസഫ് ഇരുന്ന സമയത്താണ് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അത് ശരിയാണ്. എത്രത്തോളം വിവാദങ്ങൾ ഉണ്ടായി? പെണ്ണ് കേസുകളാണെങ്കിൽ പിന്നെ എല്ലാം ഉണ്ടായത് ഈ ഒരു ടൈമിലാണ്. എന്നാൽ ഇതിനെയൊക്കെ വേറെ പെണ്ണ് കേസൊക്കെ ഉണ്ടായ സമയത്ത് പോലും ഇതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനോ കൈകാര്യം ചെയ്യാനോ സണ്ണി ജോസഫിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള വേറൊരു പ്രശ്നമല്ലേ? ഇതിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പതനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പിന്നെ ഒരു അധ്യക്ഷൻ? ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, നാദിലില്ല കളരി പോലെ ആയി എന്ന് പറയുന്നു. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും ശക്തമായ ഒരു മത്സരത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പേരാവൂരില്. അവിടെ ആ സമയത്ത് പേരാവൂരിൽ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ശൈല ടീച്ചറാണ്. ശൈല ടീച്ചർ മുൻപ് നിന്ന് പരാജയപ്പെട്ട ശൈല ടീച്ചർ അല്ല ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന് കേരളത്തിലെ സ്ത്രീകളുടെ അടക്കമുള്ള നിരവധി ആൾക്കാരുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ശൈല ടീച്ചറാണ് പിന്നെ ഇയാൾക്കെതിരായിട്ട് സണ്ണി ജോസഫിനെതിരായിട്ട് പേരാവൂരിൽ മത്സരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ ഫോക്കസ് അവിടെ കൊടുത്തേ പറ്റൂ. നമ്മൾ ആലോചിച്ചു, കെ സുധാകരനെ എന്തിനാണ് അവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നത്? പകരം ചുമതല കൊടുത്തത് വർക്കിംഗ് പിന്നെ അധ്യക്ഷൻ എന്ന് പറഞ്ഞ ചുമതല കൊടുത്തിരുന്നത് MM ഹസനാണ്. എന്തിനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒരു ചുമതല കൊടുത്തത്? അന്ന് പിന്നെ കണ്ണൂരില് ഈ പറഞ്ഞ കെ സുധാകരൻ നിന്ന് കഴിഞ്ഞാൽ MP ആയിട്ട് പുട്ടുപോലെ മത്സരിച്ച് ജയിക്കും. ആ സാഹചര്യം ഉണ്ടായിട്ട് പോലും
KPCCയുടെ കാര്യങ്ങൾ കൃത്യമായി ഓടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളെ ആക്ടിംഗ് അധ്യക്ഷനായിട്ട് ഇരുത്തിയത്. തൽക്കാലത്തേക്ക്, അതായത് സുധാകരൻ മാറുമ്പോൾ തൽക്കാലത്തേക്ക് ഒരാൾ ഇരിക്കാൻ വേണ്ടി. ഇവിടെ പേരാവൂരിൽ ഇത്ര ശക്തമായ മത്സരം നടക്കുകയും ഒരു KPCC വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ട ഒരു കാലത്ത് അതിന്റെ അധ്യക്ഷൻ അവിടെ മാത്രം തെരഞ്ഞെടുപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം അത് അവരുടെ കണ്ടതിൽ കറക്റ്റ് അല്ലേ? ഒരു നാഥനില്ല കളരി പോലെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ KPCC അധപ്പതിച്ചു പോയി. അപ്പൊ ഇത് ഒരു വലിയ വിഷയം. പിന്നീട് ഏതെങ്കിലും ഒരു KPCC അധ്യക്ഷൻ കാണിക്കുന്ന മണ്ടത്തരമാണോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഈ പിന്നെ സണ്ണി ജോസഫ് കാണിച്ചത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യം. ഈ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്ന് CPM-ഉം ഇവിടുത്തെ DYFI അടക്കമുള്ള സംഘടനകൾ 1000 ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ സണ്ണി ജോസഫ് കാണിച്ച മണ്ടത്തരം എന്താ? ഒരു പേപ്പറിന്റെ ബാക്ക്, ഒരു നോട്ടീസിന്റെ ബാക്കിൽ ഒരു വെറുതെ എഴുതിക്കൊണ്ട് വന്നൊരു കണക്ക് അവതരിപ്പിച്ചു. ശരിയല്ലേ? വെറുതെ എഴുതിക്കൊണ്ട് വന്നൊരു കണക്കൊരു നോട്ടീസിന്റെ പുറകിലാണ് ഒരു KPCCയുടെ അധ്യക്ഷൻ കൊണ്ട് കണക്ക് അവതരിപ്പിക്കേണ്ടത്? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. DYFI 256 പേജുള്ള DYFI പോലൊരു സംഘടന 256 പേജുള്ള പേജുകളോട് കൂടിയ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവച്ചിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. DYFI പോലുള്ള യുവജന സംഘടന. അതിന് പിന്നെ എന്താ പറയാ, CPM അല്ല, CPM-ന്റെ യുവജന സംഘടന 256 പേജോളം വരുന്ന ഒരു എന്താ പറയാ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പോയിരുന്ന പത്രസമ്മേളനം നടത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയിലെ ഒരാൾ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ് വന്നിട്ട് ഒരു വെറുതെ ഒരു വെള്ള പേപ്പറാണോ നോട്ടീസാണോ അതിന്റെ പിന്നിൽ ഒരു കണക്ക് എഴുതിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അപഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണോ ജനങ്ങളോട് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വം? അപ്പൊ അത് ഈ പറയുന്ന കോൺഗ്രസിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കിയെന്ന് ആലോചിച്ച് നോക്കൂ. ആ അവതരണം അനാവശ്യമായിരുന്നു, അനവസരത്തിലായിരുന്നു. അല്ലെങ്കിൽ വളരെ അണാപ്പായി കൃത്യമായി കണക്ക് അവതരിപ്പിക്കണം. എന്നിട്ട് പിന്നെ പലയിടത്തും പറയുന്ന കണക്കുകളിൽ വൈരുദ്ധ്യം. ഇവിടെ കണക്ക് അവതരിപ്പിച്ചു 3.25 ഏക്കർ ഭൂമി പിന്നെ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെലവായ തുക വലിയ തുക. ഒരു സെന്റിന് പിന്നെ ലക്ഷക്കണക്ക്, 1 ലക്ഷത്തിന് മേലെ 1.5 ലക്ഷം രൂപയുള്ള ഒരു സെന്റിന് വിലയിട്ട് വരുന്നുണ്ട് 3.25 ഏക്കർ ഭൂമി വാങ്ങിയതിന്. അതും ആ പറയുന്ന കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമിക്ക് അത്രയും വിലയില്ല. 45,000 മുതൽ 50,000 രൂപ വരെ മാത്രമേ അവിടെ വിലയുള്ളന്നേ സെന്റിന്. ആ ഭൂമിയാണ് ഈ പറയുന്ന 1.5 ലക്ഷം രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് അവിടെ മേടിച്ചേക്കുന്നത്. എങ്ങനെ വിശ്വസിക്കണം? നമ്മൾ അവിടെയുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ കുന്നംപറ്റ എന്ന് പറയുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആ പ്രദേശത്ത് ഇത്രയും പിന്നെ വില കൊടുത്ത് ഭൂമി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതൊരു പിന്നെ കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന ഭൂമി, സ്റ്റീപ്പാണ്. അവിടെ ഈ പൈസ കൊടുത്ത് മേടിച്ചു. അപ്പൊ ആരെയാണ് കണക്ക് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? വീണ്ടും 2.5 ഏക്കർ ഭൂമി വേറെ എവിടെയോ വാങ്ങിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ തുക ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എവിടെയാണ് ആ ഭൂമി? അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സണ്ണി ജോസഫ് പറയാതിരിക്കുന്നത്? ആ ഭൂമി എവിടെ, ഏത് ഭാഗത്തായിട്ടാണ്, ഏത് പഞ്ചായത്തിലാണ്? മേപ്പാടിയിലാണെങ്കിൽ മേപ്പാടിയിൽ പറയണം, ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത്. ഇപ്പൊ ഇത് പറയാൻ പറ്റിയില്ല, കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞല്ലോ. ഇതെല്ലാം എന്തുകൊണ്ട് പിന്നെ സണ്ണി ജോസഫിന് പറയാൻ കഴിയാതെ പോകുന്നു? അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ ഈ ഫണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ അദ്ദേഹത്തിന്റെ സമീപനം എന്തുവാ? ഒരു സംസ്ഥാന അധ്യക്ഷൻ KPCC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. ആ സംസ്ഥാന അധ്യക്ഷൻ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണോ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നത്? വെറുതെ വിഭ്രാന്തി ബാധിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നു. സണ്ണി ജോസഫിന്റെ ഏത് പത്രസമ്മേളനം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതാ. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ വളരെ കാലത്തേക്ക് ഈ അധ്യക്ഷ സ്ഥാനത്തിരുത്തും? ഉറപ്പായിട്ടും തെറിപ്പിച്ച് കളയേണ്ടതല്ലേ? എടുത്ത് പുറത്തേക്ക് കളയേണ്ട ഒരാളല്ലേ? ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ പേരാവൂരുകാർ വിജയിപ്പിക്കരുത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവിനെ. ഒരു പ്രയോജനമില്ല. ഈ കഴിഞ്ഞ പിന്നെ കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ ഈ സണ്ണി ജോസഫ് കാണിക്കുന്ന എല്ലാം അങ്ങേ അറ്റത്തെ ഭൂയോഗ മണ്ഡലം. ഇങ്ങനെ ഒരു നേതാവിനെ തൽക്കാലത്തേക്ക് VD സതീശൻ പറയുമ്പോൾ അതിന് ഏറാൻ മൂളാൻ വേണ്ടി മാത്രമാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്, അല്ല വേറെ ഒരു കാര്യമില്ല. അയാൾ എത്ര മാറ്റം ഉണ്ടായത്? കെ സുധാകരനെ എന്തിനാ പിടിച്ചു മാറ്റിയത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായ പാർട്ടി. അതിന്റെ താഴെ തട്ടിൽ അടിസ്ഥാനപരമായി വോട്ട് വർധന നടന്നതിനെ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞേനെ. ഇതൊന്നുമില്ല. താഴെ തട്ടിൽ എവിടെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സണ്ണി ജോസഫിനെ കൊണ്ട് കഴിഞ്ഞത്? ഏതെങ്കിലും ഒരു പിന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തകന്മാരുമായിട്ട് ആശയവിനിമയം നടത്താൻ സണ്ണി ജോസഫിന് കഴിഞ്ഞോ? ഇല്ല.
അദ്ദേഹത്തിന് മേൽത്തട്ടി മാത്രമേ ഉള്ളൂ KC വേണുഗോപാൽ. എന്നിട്ട് പറയുന്നതെല്ലാം ഭൂലോക വിവരക്കേട്. ഇങ്ങനെ പോകുന്ന ഒരു നേതാവിനെ പിന്നെ എന്തിനാണ് സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിൽ ഇരുത്തുന്നത്? അതൊന്നും കഴിവില്ലാത്തവരെ മനസ്സിലാക്കിയല്ലോ. അതെ, അത് മനസ്സിലാക്കി ഇനിയെങ്കിലും പ്രവർത്തിച്ചാൽ കൊള്ളാം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പരാജയം മണത്തു തുടങ്ങി. ഇത്തവണയും അധികാരം കിട്ടാനുള്ള സാധ്യതകൾ ഇല്ല എന്നതിനെ കുറിച്ച് ഏറെക്കുറെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ കൂടി വന്നാൽ എത്ര ദിവസം ഉണ്ട്? കൂടി വന്നാൽ 10-13 ദിവസം മാത്രം മുന്നിലുണ്ട്. ഈ 13 ദിവസം കൊണ്ട് അവരേറെക്കുറെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ ഒരു പരാജയ ഭീതി ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ പാളയത്തെ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഒരുപാട് അഴിച്ചുപണികളൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകാനാണ് സാധ്യത. ഇനി അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പതനമുണ്ട്. ഒരിക്കൽ പോലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരുപക്ഷെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഉണ്ടാവുകയും കോൺഗ്രസ് പാർട്ടിയിലുള്ള വലിയ വിഭാഗം നേതാക്കന്മാർ പലപ്പോഴും ഈ BJP-യിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് സൂചനകൾ മനസ്സിലാക്കുന്നത്.